Hi all, welcome back to Travel Tech Rice YouTube channel. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന വാഹനം നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന് പറയുന്ന ഈ ഒരു വാഹനമാണ്. അപ്പോൾ മാരുതി സുസുക്കി ഒരുപാട് നാളുകളായിട്ട് ഒരുപാട് അപ്ഗ്രേഡുകൾ കൊണ്ടുവരുന്നുണ്ട്. എന്തൊക്കെ പ്രത്യേകതകൾ, എന്തൊക്കെ ഫീച്ചേഴ്സാണ് മാരുതി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട് സൈഡിലെ ഡിസൈനിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊരു സ്ട്രിപ്പ് വരുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് വലിയൊരു ഗ്രില്ലാണ് നൽകിയിരിക്കുന്നത്. അതും ഒരു ബ്ലാക്ക് കളറിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ലോഗോയും പ്ലേസ് ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. കാരണം വളരെ നീണ്ടൊരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പും പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇൻഡിക്കേറ്റർ യൂണിറ്റും നൽകിയിരിക്കുന്നത്. ലാമ്പ് യൂണിറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഫോഗ് ലാമ്പ് യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗം വരുന്നത്. ശരിക്കും ഒരു ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഒരു LED ഫോഗ് ലാമ്പ് യൂണിറ്റാണ് നമുക്കിവിടെ വരുന്നത്. ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ്ങിൻ്റെ കട്ടിങ്ങുകളെല്ലാം ശരിക്കും ഒരു സ്പോട്ടി ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. വലിയ ഗ്രില്ലിന് തൊട്ട് താഴെയായിട്ട് ചെറിയൊരു ലോവർ ലിപ്പും നൽകിയിട്ടുണ്ട്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോണറ്റ് ലൈൻസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് രണ്ട് സൈഡിലായിട്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു 15 ഇഞ്ച് അലോയ് വീലാണ് വരുന്നത്. അതും ഒരു ബ്ലാക്ക് കളറിലാണ് നൽകിയിരിക്കുന്നത്. ബോഡി കളറുടെ മിറർ യൂണിറ്റാണ് വരുന്നത്. ഇതിൽ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റിന്റെ പ്ലേസ്മെന്റ് വരുന്നുണ്ട്. ബോഡി കളറുടെ ഹാൻഡിൽസും ലിക്വിഡ് സെൻസറും വരുന്നുണ്ട്. എന്നാൽ ഒരു ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുടെ യൂണിറ്റ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് വരും. A പില്ലറും B പില്ലറും C പില്ലറും എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് ചെയ്ത രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടെല്ലാം ചെറിയ ചെറിയ പവർ ബഡ്ജുകളെല്ലാം നൽകിയിട്ടുണ്ട്. അത് ശരിക്കും വാഹനത്തിന്റെ ലുക്ക് ഒരു ബോൾഡാണ് എന്ന് തോന്നിക്കുന്നുണ്ട്. ഒരു ക്ലിയർ ലെൻസ് LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് വരുന്നത്. ഇതിൽ തന്നെ റിവേഴ്സ് ലാമ്പും ഇൻഡിക്കേറ്റർ ലാമ്പിന്റെ പ്ലേസ്മെന്റ് വരുന്നുണ്ട്. നീളത്തിലൊരു ക്രോം എലമെന്റ് പോകുന്നുണ്ട്. രണ്ട് ടെയിൽ ലാമ്പിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെൻട്രലായിട്ട് സുസുക്കിയുടെ ഒരു ലോഗോ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ട് ഡിസയർ എന്ന് പറയുന്ന വലിയൊരു എഴുത്തും നമുക്ക് കാണാം. ചെറിയൊരു സ്പോയിലർ നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു സ്പോയിലർ ശരിക്കും വാഹനത്തിന് ഒരു സ്പോട്ടി ലുക്ക് സമ്മാനിക്കുന്നുണ്ട്. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ഡീഫോഗർ യൂണിറ്റ് വരുന്നുണ്ട്. റിയർ വൈപ്പർ നൽകിയിട്ടില്ല. ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ റിയർ വൈപ്പർ നൽകുന്നുണ്ട്. മുകളിലായിട്ട് ഷാർപ്പിൻ ആന്റിനയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. 382 ലിറ്ററിന്റെ വലിയൊരു ബൂട്ടാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് സീറ്റ് 60-40 സ്പ്ലിറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫിക്സഡ് സീറ്റാണ്. ഈ ഒരു കാണുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് വരുന്നത്. തരക്കേടില്ല. നമുക്ക് ഒരുപാട് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനുള്ളിൽ വയ്ക്കാൻ സാധിക്കും. ഒരു മൾട്ടി കളർ ഡാഷ്ബോർഡ് ഡിസൈൻ ആണ് വരുന്നത്. മുകളിലായിട്ട് ഒരു ബ്ലാക്ക് കളർ, പിന്നെ ഈ ഒരു ഭാഗത്ത് ബീച്ച് കളർ. ഇവിടെ തന്നെ ചെറിയൊരു ടെക്സ്ചർ എല്ലാം നൽകിയിരിക്കുന്നു. ഇവിടെയും ഒരു ബ്ലാക്ക് കളറാണ് നൽകിയിരിക്കുന്നത്. ചെറിയൊരു സ്റ്റീൽ ഫിനിഷ് നൽകിയിരിക്കുന്നു. പിന്നെ ഒരു വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു മൾട്ടി കളർ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ തന്നെയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ശരിക്കും ഒരു ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ്. നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും ഈ ഒരു ഡാഷ്ബോർഡ്. അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് ആണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത്. 9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. ഇതിൽ തന്നെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയെല്ലാം നൽകിയിരിക്കുന്നു. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 360 ഡിഗ്രി ക്യാമറ യൂണിറ്റിന്റെ വ്യൂവും നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അതിന്റെ സ്വിച്ചസ് ആണ് ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഭാഗവും നൽകിയിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് 12 വോൾട്ടിന്റെ ചാർജിങ് യൂണിറ്റ് വരുന്നുണ്ട്. പിന്നെ USB കണക്ടിവിറ്റി നൽകുന്നുണ്ട്. മൊബൈൽ വയർലെസ് ചാർജിങ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. തൊട്ട് താഴെയായിട്ട് 2 കപ്പ് ഹോൾഡിംഗ് യൂണിറ്റ് നൽകിയിരിക്കുന്നു. ഓട്ടോമാറ്റിക് വാഹനമായതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കിന്റെ ഗിയർ നമുക്ക് കാണാം. അതിലും ചെറിയൊരു സ്റ്റീൽ ഫിനിഷൊക്കെ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയും ചെറിയൊരു സ്റ്റീൽ ഫിനിഷൊക്കെ നൽകുന്നുണ്ട്. ഹാൻഡ് ബ്രേക്ക് യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. പിന്നിലേക്ക് പോകുമ്പോൾ ആംറെസ്റ്റോ കാര്യങ്ങളോ ഇല്ല. പകരം 2 USB കണക്ടിവിറ്റി പോർട്ട് നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു മൊബൈലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കറ്റ് നൽകിയിരിക്കുന്നു. ഒരു ഫാബ്രിക് സീറ്റാണ് നൽകിയിരിക്കുന്നത്. വാഹനത്തിന് ചെറിയൊരു ടെക്സ്റ്റേർഡ് ഡിസൈൻ എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല തൈ സപ്പോർട്ടും ഷോൾഡർ സപ്പോർട്ടും നൽകുന്ന ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണിത്. ടോപ്പിന്റെ മോഡലിലേക്ക് പോകുമ്പോൾ സൺറൂഫ് ഒക്കെ വരും. പനാരോമിക് സൺറൂഫ് ഒന്നും അല്ല വരുന്നത്, നോർമൽ സൺറൂഫാണ്. എന്നാൽ ഈ ഒരു വാഹനം ടോപ്പ് എൻഡ് അല്ലാത്തത് കൊണ്ട് സൺറൂഫോ കാര്യങ്ങളോ വരുന്നില്ല. 3 കളറിലാണ് ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളർ, പിന്നെ ഒരു ബീച്ച് കളർ, പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റീൽ ഫിനിഷ് നൽകിയിരിക്കുന്നു. ORVM കൺട്രോൾസ് നൽകിയിരിക്കുന്നു. പിന്നെ വിൻഡോ കൺട്രോൾസ് എല്ലാം നൽകിയിരിക്കുന്നു. ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. സ്പീക്കർ യൂണിറ്റിന്റെ ആ ഒരു ഗ്രില്ല് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. സാധാരണ മാരുതി വാഹനങ്ങളിൽ കാണുന്ന സെയിം ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ സ്വിച്ചസ് വരുന്നുണ്ട്. കോൾ എടുക്കുന്നതിനും കട്ട് ചെയ്യുന്നതിനുമുള്ള സ്വിച്ചസ് കാണാം. ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ ഇവിടെ ക്രൂയിസ് കൺട്രോളിന്റെ സ്വിച്ചസ് വരും. ടോപ്പ് എൻഡ് മോഡലിൽ ശരിക്കും ഈ ഒരു ഭാഗമല്ല ലെതർ റാപ്പ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ് വരുന്നത്.
വളരെ ഭംഗിയുള്ളതും ബ്രൈറ്റുമായൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് വരുന്നത്. നടുക്കായി ഒരു TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻ അറിയാൻ സാധിക്കും. പിൻവശത്തെ യാത്രക്കാരുടെ കംഫർട്ട് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഒരു ഗ്രാബ് ലോഡിംഗ് ഹാൻഡിൽസ് വരുന്നുണ്ട്. നല്ല തൈ സപ്പോർട്ടും ഷോൾഡർ സപ്പോർട്ടും എല്ലാം തരുന്ന ഒരു സീറ്റ് തന്നെയാണ് പിൻവശത്ത് നൽകിയിരിക്കുന്നത്. 2 അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. സെൻട്രലായിട്ട് നമുക്ക് ആം റെസ്റ്റ് യൂണിറ്റ് വരുന്നുണ്ട്. ഈ ഒരു വാഹനം പുതുതായതുകൊണ്ട് തന്നെ ഈ കവറൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, എന്നാലും ആം റെസ്റ്റ് വരുന്നുണ്ട്. ഇതിൽ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പിൻ യാത്രക്കാർക്ക് AC വെന്റുകൾ നൽകിയിരിക്കുന്നു. ആ AC അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നത്. പിൻ യാത്രക്കാർക്ക് 2 ചാർജിങ് യൂണിറ്റും ഈ ഒരു ഭാഗത്ത് മൊബൈൽ ഫോൺ സൂക്ഷിക്കാനുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. നമുക്ക് കാലെല്ലാം വളരെ വിശാലമായിട്ട് നീട്ടി വയ്ക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? പിന്നെ സെൻട്രൽ ടണൽ ചെറിയ രീതിയിൽ സെൻട്രൽ ടണൽ വരുന്നുണ്ട്. 3 യാത്രക്കാരൊക്കെ ഇരിക്കുകയാണെങ്കിൽ കാലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കേണ്ടി വരും. അത്യാവശ്യം ഉയരം കൂടിയൊരു സെൻട്രൽ ടണൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. എങ്ങനെ നോക്കിയാലും നമുക്കൊരു കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം അത്യാവശ്യം ഒരു ഫാമിലിക്ക് വേണ്ട ഫീച്ചേഴ്സ് എല്ലാം പിന്നെ യാത്രക്കാർക്ക് മാരുതി സുസുക്കി ഡിസയർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം നൽകുന്നുണ്ട്. Z12V എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 82 bhp ആണ്. 5700 RPM-ലാണ് മാക്സിമം പവർ. 112 Nm ആണ് ടോർക്ക്. അത് 4300 RPM-ൽ ലഭിക്കുന്നു. 24.79 km/ലിറ്റർ ആണ് മാനുവൽ ഗിയർ ബോക്സിന്റെ മൈലേജ്. 23.26 km/ലിറ്റർ ആണ് AMT ഗിയർ ബോക്സിന്റെ മൈലേജ്. എന്നാൽ CNG വേരിയന്റിലേക്ക് വരുമ്പോൾ 33.73 km/kg ആണ് മൈലേജ് ആയി വരുന്നത്. പക്ഷേ CNG വേരിയന്റിന്റെ പവർ കുറച്ച് കുറവാണ്. 70 bhp-യും 102 Nm ആണ് അതിന്റെ ടോർക്ക് എന്ന് പറയുന്നത്. ഈ വാഹനത്തിന്റെ ഈ മാസത്തെ പ്രൈസ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. മാരുതി സുസുക്കി ഡിസയറിന്റെ റിവ്യൂ ഇടാൻ വേണ്ടി വാഹനം തന്ന് സഹായിച്ച തിരുവനന്തപുരം ചാക്ക കടകംപള്ളി ലൈനിലെ ഷോറൂമാണ് മാരുതി സുസുക്കി അറീന ഏതൻ കാർ. കുറഞ്ഞ ബഡ്ജറ്റിൽ 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയൊരു മനോഹരമായൊരു സെഡാൻ വാഹനം വേണം എന്ന് ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റിയൊരു വാഹനമാണ് മാരുതി സുസുക്കിയുടെ ഡിസയർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. അപ്പോൾ ഈ ഒരു വാഹനം ഇഷ്ടമായി കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ അറിയാനുള്ള ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയുമ്പോൾ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.